എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയുന്നത് 2024 ഒക്ടോബർ മാസം കുംഭം രാശിക്കാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത്. അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ പകുതിയും ചതയവും പുരുരുട്ടാതിയുടെ മുക്കാൽ ഭാഗം ഉൾപ്പെടുന്ന 2.25 നക്ഷത്രങ്ങളാണ് ഈ രാശിയിലുള്ളത്. അപ്പോൾ ഈ രാശിക്കാരുടെ ഒക്ടോബർ മാസ ഫലം പറയുന്നതിന് മുമ്പായിട്ട് അവരുടെ ഇപ്പോഴത്തെ സ്ഥിതി, ഗ്രഹസ്ഥിതി എങ്ങനെയാണെന്ന്, കാലം എങ്ങനെയാണെന്ന് പരിശോധിക്കാം. ഞാൻ കൊല്ലവർഷം 1200 ആണ്ടിൻ്റെ ഫലത്തിലും വ്യാഴത്തിൻ്റെ വക്രഗതിയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ രാശിക്കാർ നമ്മുടെ ഈ 12 രാശി മൊത്തമുള്ളതിൽ ജന്മശനിയുടെ കടന്നു പോകുന്ന രാശിക്കാരാണ് ഈ പറഞ്ഞ കുംഭം രാശിക്കാർ. അപ്പോൾ അത് നമ്മൾ ഭയപ്പെടാനുള്ള കാര്യങ്ങളല്ല പറയുന്നത്. നമ്മളിപ്പോൾ പലരും കമൻറ്റിൽ പറഞ്ഞത് നല്ല ഫലങ്ങളാണ് പറയേണ്ടത്. ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, നമ്മൾ നല്ലതും ചീത്തയും കലർന്നതാണ് ജീവിതം. സുഖ ദുഃഖ സമ്മിശ്രമായിട്ടുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ നല്ല കാലം വരുമ്പോൾ നമ്മളത് ആസ്വദിക്കുക, ചീത്ത കാലദോഷങ്ങൾ വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യുക. ഇപ്പോൾ ഈ രാശിക്കാരെ പറ്റി പറയുമ്പോൾ അത്ര കഠിനമായ ദോഷമല്ല. വ്യാഴം 4 എന്ന ഭാവത്തിലാണ് നിൽക്കുന്നത്. കുംഭത്തിൻ്റെ 4ാം രാശിയായ ഇടവൻ രാശിയിലാണ് ഗുരു നിൽക്കുന്നത്, വ്യാഴം നിൽക്കുന്നത്. വ്യാഴത്തിൻ്റെ ഉള്ള കാലം തന്നെ. ഇപ്പോൾ വ്യാഴത്തിൻ്റെ വക്രം വരുമ്പോഴും വ്യാഴം ആ രാശി തന്നെ ഉള്ളത്. അപ്പോൾ ആ രാശിയുടെ ഒരു ഉറച്ച ഫലം, ദൃഢഫലം പറയണമെന്നാണല്ലോ. ഇപ്പോൾ നമുക്ക് ഈ കുംഭരാശിക്കാരെ പറ്റി പറയുമ്പോൾ നേരത്തെ പറഞ്ഞിരുന്നതാണ്, പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് പറയുന്നതെന്ന് വെച്ചാൽ 2020 മുതൽ കോവിഡ് ഔട്ട് ബ്രേക്കിൻ്റെ സമയം മുതൽക്ക് ഇവർക്ക് 7 ശനി എന്നൊരു ദോഷത്തിൻ്റെ ആരംഭമാണ്. അപ്പോൾ ഈ 7 ശനി ദോഷം 3 ഭാഗങ്ങളായിട്ടാണ്. ആദ്യ ഭാഗം, മധ്യപാദം, അവസാന പാദം. അപ്പോൾ രണ്ടാമത്തെ കുംഭം രാശിക്ക് തൊട്ട് മുമ്പുള്ള മകരം രാശി കൂടെ ഗുരു സഞ്ചരിച്ച 2.5 വർഷക്കാലം ആദ്യഘട്ടവും, കുംഭം രാശി കൂടെ പോകുന്ന 2.5 വർഷക്കാലം ജന്മശനിയും, പിന്നീട് അന്ത്യപാദവുമാണ്. മീൻ രാശി പോകുമ്പോൾ അത് അന്ത്യപാദമാണ്. അപ്പോൾ ജന്മശനിയാണ് അതിൽ ദോഷം ചെയ്ത് നിൽക്കുന്നത് ഇപ്പോൾ ഈ രാശിക്കാർക്ക്. അപ്പോൾ അവർക്ക് കഴിഞ്ഞ വർഷമാണ് ജന്മശനി, കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് ആരംഭിച്ചെങ്കിൽ പോലും വ്യാഴം അവർക്ക് 3ലേക്ക് വന്നത് കഴിഞ്ഞ വർഷം ഏപ്രിലോടുകൂടിയാണ്. അപ്പോൾ അവർക്ക് 3ലെ വ്യാഴം മുറവിളി കൂട്ടുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ പ്രശ്നങ്ങളിൽ നിന്ന് ഓരോരുത്തർ പറയേണ്ടി വരിക, അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലൂടെ ഈ രാശിക്കാർ കടന്നുപോയിട്ടുണ്ടാവും. അപ്പോൾ ഭാഗ്യവശാൽ ഈ വർഷത്തെ വ്യാഴത്തിൻ്റെ മാറ്റം മെയ് 1-ാം തീയതി ഇടവൻ രാശിയിലേക്ക് ഗുരു മാറുമ്പോൾ 4ാം ഭാവത്തിലേക്കാണ്. 4ാം ഭാവം കേന്ദ്രസ്ഥാനമാണ്, മാതൃസ്ഥാനമാണ്, കുടുംബസ്ഥാനമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഭാവങ്ങളിലേക്ക് ഈ വ്യാഴം പോകുമ്പോൾ അതിൻ്റെ 4 ഭാവത്തിൽ സമ്മിശ്ര ഫലമാണ് പറയട്ടെ വ്യാഴത്തിൻ്റെ. അത് ദോഷമൊന്നും അവിടെ ചെയ്യുന്നില്ല വ്യാഴം 4 ഭാവത്തിൽ നിൽക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ജന്മശനി ദോഷത്തിൽ ചെയ്യുന്ന ശനി ജൂൺ 30-ാം തീയതി വക്രഗതി പ്രാപിച്ചപ്പോൾ ആ ദോഷത്തിനും കുറവ് വന്നു. വ്യാഴത്തിൻ്റെ കാര്യങ്ങൾക്കും ഒരു അനുകൂലത വന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഈ രാശിക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് മുമ്പോട്ടുള്ള ഫലങ്ങൾ നമുക്ക് ഗ്രഹസ്ഥിതി എങ്ങനെയാണെന്ന് എന്നൊന്ന് പരിശോധിക്കാം. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിട്ട് സൂര്യൻ അഷ്ടമഭാവത്തിലും 9ാം ഭാവത്തിലേക്ക് പകരുന്നത് ഈ മാസം. അതായത് കന്നി നിൽക്കുന്ന സൂര്യൻ തുലാം രാശിയിലേക്ക് വരുമ്പോൾ തുലാമാസം ആരംഭം. സൂര്യൻ ഏത് രാശിയിൽ നിൽക്കുന്നോ ആ രാശിയുടെ ആണ് നമ്മൾ മലയാള മാസമായിട്ട് പറയുന്നത്. സൂര്യൻ കന്നി രാശിയിലുള്ളപ്പോൾ കന്നി മാസം അങ്ങനെയാണ്. അപ്പോൾ കന്നി തുലാമാണല്ലോ ഈ മാസത്തിൻ്റെ പകുതി വരുന്നത്. പകുതി കന്നിയും പകുതി തുലാമാണ് വരുന്നത്. അപ്പോൾ സൂര്യൻ്റെ ആ ഒരു അങ്ങനെ നിൽക്കുന്നത് നമ്മളുടെ ഈ അഷ്ടമം, ഭാഗ്യം എന്നീ സ്ഥാനങ്ങളിൽ സൂര്യൻ പകരുന്നത് അനുകൂല ഗ്രഹസ്ഥിതി അല്ല. ചൊവ്വ 5 നിൽക്കുന്നു. ഇവരുടെ കുംഭം രാശിയുടെ 5ാം ഭാവം മനസ്ഥാനം എന്ന് പറയുന്നത് മിഥുന രാശിയാണ്. മിഥുന രാശിയിൽ ഇപ്പോൾ ചൊവ്വ നിൽപ്പുണ്ട്. അപ്പോൾ 5 എന്ന ഭാവത്തിൽ ചൊവ്വ ഒരു പാവനാണല്ലോ. അപ്പോൾ ചൊവ്വ അവിടെ നിന്ന് 5ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടിട്ട് മനസ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുക, മനപ്രയാസങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് അതിൻ്റെ ഫലം വരുന്നത്. അപ്പോൾ അത് ആ രാശി മാറും. അത് ഒക്ടോബർ 21-ാം തീയതി ആ രാശി മാറി കർക്കിടക രാശിയിലേക്ക് പോകുമ്പോൾ ഇവരുടെ 6ാം രാശിയാണ്. അപ്പോൾ 6, 8, 12 പോലുള്ള ഭാവങ്ങളൊക്കെ പാവന്മാർക്ക് നല്ലതാണ്. അപ്പോൾ അങ്ങനെ ചൊവ്വ പോകുമ്പോൾ അതൊരു അനുകൂലത വരും. ചൊവ്വ നമ്മൾ വ്യാഴവും രാഹുകേതുക്കളും ശനിയൊക്കെ കഴിഞ്ഞാൽ പിന്നീട് പരിഗണിക്കേണ്ട ഒരു ഗ്രഹമാണ് ചൊവ്വ. അതിൻ്റെ മാറ്റങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ മാറ്റം ഇവർക്ക് അനുകൂലമാണ്. പിന്നീട് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ബുധൻ ഇവർക്ക് നല്ല രീതിയിലുള്ള ഫലങ്ങളെ നൽകും. ഇവരുടെ ഈ രാശിക്കാരുടെ 8ാം രാശി നിൽക്കുന്ന ബുധൻ ഇവർക്ക് നല്ല രീതിയിലുള്ള ഫലങ്ങൾ ഈ രാശിക്കാർക്ക് നൽകും. ബുധൻ്റെ സ്വക്ഷേത്രം കൂടിയാണല്ലോ. അപ്പോൾ ബുധൻ്റെയും വരാൻ പോകുന്ന ചൊവ്വയുടെ മാറ്റവും ഈ രാശിക്കാർക്ക് അനുകൂലമാണ്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു മാറ്റം ഈ ഒക്ടോബർ മാസം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ വ്യാഴം വക്രഗതി പ്രാപിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ 4 എന്ന ഭാവത്തിൽ നിന്നുകൊണ്ട് വക്രഗതി പ്രാപിക്കുമ്പോൾ ഇവർക്ക് 4 കിട്ടിക്കൊണ്ടിരുന്ന ഫലങ്ങൾക്ക് ഒരു ചെറിയ കുറവുകൾ വരും. എന്നിരുന്നാൽ തന്നെ ഈ മാസം നിങ്ങളുടെ ജന്മശനിയുടെ ദോഷങ്ങളെ അങ്ങനെ കാര്യമായി ബാധിക്കുന്നില്ല. കാരണം ശനി വക്രഗതിയിലാണ് നവംബർ വരെ. അപ്പോൾ ഒക്ടോബർ മാസത്തിൽ 7 ശനിയുടെ ദോഷങ്ങൾ ഈ രാശിക്കാരെ കാര്യമായിട്ട് ബാധിക്കില്ല.
അതുപോലെ വ്യാഴത്തിൻ്റെ വക്രഗതി വരുന്നെങ്കിൽ പോലും അത് ശനിയുടെ ദോഷം ഇല്ലാത്തതുകൊണ്ട് അനുകൂലത തന്നെയാണ്. ബുധൻ്റെ സ്ഥിതിയും അതുപോലെ തന്നെ ചൊവ്വയുടെ വരാൻ പോകുന്ന സ്ഥിതിയൊക്കെ അനുകൂലമായിട്ട് ഈ രാശിക്കാർക്ക് കാണുന്നു. രാഹുകേതുക്കളും നല്ല പൊസിഷനിലാണ് നിൽക്കുന്നത്. അതായത് 2 ഭാവത്തിൽ രാഹുവും 8ാം ഭാവത്തിൽ കേതുവും നിൽക്കുന്നു. ആ രണ്ടും ഇവർക്ക് ഗുണകരമായ പൊസിഷൻ തന്നെയാണ് ഈ രാശിക്കാർക്ക്. അപ്പോൾ പൊതുവിൽ ഗ്രഹങ്ങളുടെ ഒരു ആനുകൂല്യമല്ല ഇവർ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വ്യാഴത്തിൻ്റെ വക്രം ആരംഭിക്കുമ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഈ ഏതൊരു രാശിയിൽ നിന്നുകൊണ്ട് വക്രഗതിയെ പ്രാപിക്കുമ്പോൾ ഗ്രഹങ്ങളുടെ പൊതുവായ ഫലങ്ങൾ അതിചാരം ചെയ്ത് വക്രം ചെയ്തു പൂർവ്വരാശിഗതം ഫലം എന്ന ഫലമാണ് വരുന്നത്. അപ്പോൾ പൂർവ്വരാശികളുടെ ഫലത്തെയാണ് ഇത് കൂടുതൽ ബന്ധിപ്പിച്ച് പറയുന്നത്. എങ്കിൽ പോലും ആ രാശിയിൽ നിന്ന് മാറാത്തതുകൊണ്ട് ആ ഫലവും പറയണം. ദൃഢഫലമായിട്ട് ആ നിൽക്കുന്ന രാശിയുടെ ഫലവും പറയേണ്ടതാണ്. അപ്പോൾ പൊതുവിലൊരു ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ ഈ രാശിക്കാർക്ക് കണ്ടേക്കാം. മാസത്തിൻ്റെ 2ാമത്തെ പകുതിയോട് 9-ാം തീയതി ഗുരുവിൻ്റെ വക്രം ആരംഭിച്ചതിന് ശേഷം 2ാമത്തെ പകുതിയോടുകൂടിയിട്ട് ഒരു ചെറിയ തടസ്സങ്ങളോ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു കാര്യങ്ങൾ നടക്കാത്തൊരവസ്ഥ അങ്ങനെ എന്തെങ്കിലും സ്റ്റക്കായി നിൽക്കുന്ന ഇതിൻ്റെ ഒരു രാശിക്കാർ മനസ്സിലാക്കേണ്ട ഇതൊരു കടുത്ത ദോഷമൊന്നുമല്ല. ഇതൊരു നമ്മുടെ കാര്യങ്ങൾക്ക് നടക്കാത്ത ഈ വ്യാഴമാണ് നിവൃത്തി. നമ്മുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ ആഹാരം, വസ്ത്രം, പാർപ്പിടം, നമ്മുടെ നിത്യ വൃത്തിക്ക് വേണ്ട ധനമൊക്കെ വന്നു പോകുന്നത് വ്യാഴത്തിൻ്റെ പ്രസാദമുള്ള സമയങ്ങളിലാണ്. വ്യാഴം 2, 5, 7, 9, 11 ഭാവങ്ങളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടും. വ്യാഴപ്രസാദം ഉണ്ടെങ്കിൽ ദൈനംദിന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന ഒരവസ്ഥ. അപ്പോൾ ഇവരിങ്ങനെ ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഒരു കാര്യങ്ങൾ നടക്കാത്തൊരവസ്ഥ എല്ലാം സ്റ്റക്കായി വരും. അപ്പോൾ എന്ത് പറ്റിയെന്ന് ഓർക്കുമ്പോൾ മനസ്സിലാക്കിയിരിക്കുക അത് വ്യാഴത്തിൻ്റെ വക്രഗതി വന്നുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റക്കാകാൻ തുടങ്ങുന്നത്. എങ്കിൽ പോലും രാഹുകേതുക്കളും വരാൻ പോകുന്ന ചൊവ്വയുടെ മാറ്റവും ബുധൻ്റെ സ്ഥിതിയൊക്കെ ഈ രാശിക്കാർക്ക് നന്നായിട്ട് തന്നെ ഉള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് ഇതൊക്കെ ജീവിതത്തിൻ്റെ ഓരോരോ ഘട്ടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഒക്ടോബർ 12-ാം തീയതി വരെ ഇവരുടെ ഈ രാശിക്കാരുടെ 9ാം ഭാവമായിട്ടുള്ള ഭാഗ്യസ്ഥാനമായിട്ടുള്ള തുലാത്തിൽ നിൽക്കുന്ന ശുക്രനും ഇവർക്ക് ആശ്വാസം നൽകും. അപ്പോൾ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി നന്നാണെന്ന് മനസ്സിലായല്ലോ. ബുധൻ്റെയും ഇപ്പോൾ കൂടാണ്ട് ശുക്രൻ്റെ സ്ഥിതിയും അനുകൂലം തന്നെ ഒക്ടോബർ 12-ാം തീയതി വരെ. അപ്പോൾ എല്ലാം കൂടെ കൂടിയിട്ട് നമ്മൾ മൊത്തത്തിലൊരു ഫലം പറയുമ്പോൾ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ഇവരെ സംരക്ഷിക്കാൻ ബുധനും രാഹുകേതുക്കളും ശുക്രനുമുണ്ട്. 2ാമത്തെ പകുതിയിൽ ഇവരെ സംരക്ഷിക്കാൻ ചൊവ്വയുമുണ്ട്. എന്തെങ്കിലും വ്യാഴത്തിൻ്റെ വക്രഗതി ആരംഭിക്കുന്നു, ശനിയുടെ വക്രഗതി ആരംഭിക്കുന്നു. വ്യാഴത്തിൻ്റെ വക്രഗതി ആരംഭിക്കുമ്പോൾ ഒരു സ്ലോ ഡൗൺ, ഒരു കാര്യങ്ങൾക്കൊക്കെ നടക്കാതിരിക്കുന്ന രീതിയിൽ നമ്മുടെ ഓഫീസിലൊക്കെ നമ്മുടെ ജോലിയൊക്കെ നമ്മൾ കുഴപ്പമില്ലാണ്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്ന ചെറിയ രീതിയിലുള്ള സ്റ്റക്കുകൾ വരിക, നമ്മുടെ എല്ലാ മേഖലയിലും ഒരു ചെറിയ സ്റ്റക്ക്, ഒരു തടസ്സങ്ങൾ വന്നു തുടങ്ങുന്നത് ഒക്ടോബർ 2ാമത്തെ പകുതിയോടെ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ കാരണം ഈ വരുന്ന വക്രഗതിയാണ് വരുന്നത്. അപ്പോൾ നമ്മളൊന്ന് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇവരുടെ ഈ രാശിക്കാർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവർ അമിത പ്രതീക്ഷകൾ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ അമിത പ്രതീക്ഷകളാണ് നമ്മുടെ ദുഃഖങ്ങളിലേക്ക് നമ്മൾ നയിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമുക്ക് ജന്മശനി കാലഘട്ടമാണ്, നമുക്ക് എല്ലാവർക്കും ഒരു 7 ശനി കാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യാഴത്തിൻ്റെ ഒരു ആനുകൂല്യമുണ്ട് നമുക്ക്, അതൊന്ന് ചെറുതായിട്ട് വക്രതയെ പ്രാപിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് നമ്മുടെ കാര്യങ്ങൾ മുമ്പോട്ട് പോകാം, നമുക്ക് നല്ല നല്ല സമയങ്ങൾ മുമ്പോട്ട് വരാനുണ്ട്. ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ പരീക്ഷണങ്ങളൊക്കെ വരുന്ന ഫേസാണ് 7 ശനി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 7 ശനി സമയത്ത് നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ, വിവാഹം നടക്കുക, നമ്മുടെ ജോലി, ഇപ്പോൾ വിദേശ ജോലി കിട്ടി പോവുക, അവിടെ പോകുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുള്ള വിദേശ ജോലികളൊക്കെ ഉണ്ടല്ലോ. നമ്മളൊരു ചെറിയ മുറിയിലൊക്കെ താമസിച്ച്, ഷെയറിംഗ് മുറിയിലൊക്കെ താമസിച്ച് ചെയ്യേണ്ടി വരും. നല്ല ധനം കിട്ടും, എങ്കിൽ പോലും അലച്ചിലും അവിടെയുള്ള കാലാവസ്ഥയൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടതൊക്കെ വരില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങളും രണ്ടും ഇടകലർന്ന സമയമാണ്. എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ജീവിതം സംഭവിക്കുന്ന ഈ സമയത്ത് തന്നെയായിട്ടാണ് കാണുന്നത്. വിവാഹം നടക്കുക, അങ്ങനെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യും. നമുക്ക് കുറച്ച് പൊതുവെ ഒരു അരച്ചിലും മനക്ലേശമുള്ള സമയമാണ് 7 ശനി. അപ്പോൾ നമ്മൾ ഒരുപാട് അമിത പ്രതീക്ഷകൾ വയ്ക്കുക, കാലം ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിരിക്കുക, അതിന് വേണ്ട യഥാശക്തി പരിഹാരങ്ങൾ ചെയ്യുക. അപ്പോൾ ഞാൻ മറ്റ് വീഡിയോസിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും, പുതിയ കേൾക്കുന്നവർക്ക് വേണ്ടി പറയുന്നതാണ്. ഒക്ടോബർ 9-ാം തീയതി മുതൽ വ്യാഴപ്രീതി വരുത്തുക. അതിന് നമ്മൾ വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണസ്വാമിക്ക് നമ്മൾ യഥാശക്തി വഴിപാടുകൾ, മഞ്ഞ വസ്ത്രങ്ങൾ, മഞ്ഞ പൂക്കളൊക്കെയാണ് ഏറ്റവും പ്രിയങ്കരമായ വസ്ത്രങ്ങൾ. ശ്രീകൃഷ്ണനെ വിളിക്കുന്ന പീതാംബരൻ, പീതം മഞ്ഞ എന്ന വാക്കിൻ്റെ അർത്ഥമാണ്. അപ്പോൾ മഞ്ഞപ്പട്ട് എടുക്കുന്നവനെന്നാണ് പീതാംബരൻ എന്ന് വിളിക്കുന്നത്. മഞ്ഞ നിറത്തുള്ള വസ്തുക്കൾ സമർപ്പിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. മഞ്ഞൾ അങ്ങനെയൊന്നും ആരും പൊതുവെ ചെയ്ത് കാണാറില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഈ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോകുന്നത് കൂടാതെ ഈ മാസം പ്രത്യേകമായി ചെയ്യേണ്ട വഴിപാടുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നിങ്ങൾ നവഗ്രഹ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദർശനം നടത്തുക. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും പോവാം. പ്രത്യേകമായി ചെയ്യേണ്ട നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിന് ശേഷം നവഗ്രഹങ്ങളെ വലം വയ്ക്കേണ്ട എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ 9 ഗ്രഹങ്ങളാണുള്ളത്. അത് 2 തമോ ഗ്രഹങ്ങൾ, രാഹുകേതുക്കൾ സഞ്ചരിക്കുന്നത് പിറകിലോട്ടാണ്. ഇപ്പം നമ്മൾ വ്യാഴം ഇപ്പോൾ ഇടവൻ രാശിയിലെന്ന് പറഞ്ഞില്ല, അടുത്ത മാറ്റത്തിന് വ്യാഴം ഇടവത്തിൽ നിന്ന് മിഥുനത്തിലേക്ക് പോകും. പക്ഷേ രാഹുകേതുക്കൾ പുറകിലോട്ടാണ് കറങ്ങുന്നത്. രാഹു ഇപ്പം നിൽക്കുന്നത് മീനൻ രാശി, ഇനി വരുന്ന കുംഭത്തിലേക്ക് പിറകിലോട്ടാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നവഗ്രഹത്തിൽ വലം വയ്ക്കേണ്ടത് ആദ്യം 7 വലത്ത് ക്ലോക്ക് വൈസിൽ വെച്ചതിന് ശേഷം 2 എതിർ ദിശയിൽ വയ്ക്കുക. എന്നിട്ട് വ്യാഴത്തിന് അവിടെ ഗുരുവിൻ്റെ ഒരു രൂപം ഉണ്ടാവും. അവിടെ നമ്മൾ മനസ്സിൽ കൃത്യമായി പ്രാർത്ഥിക്കുക, നമ്മുടെ ദുഃഖങ്ങൾ പറയുക, അതിനെ പറ്റിയ വസ്തുക്കൾ കാഴ്ചവെക്കുക. മഞ്ഞ നിറത്തിലുള്ള പൂക്കളോ പട്ടോ വസ്ത്രങ്ങളോ മഞ്ഞ നിറത്തിലുള്ള പഴങ്ങൾ, വാഴപ്പഴം പോലുള്ള പഴങ്ങൾ, മഞ്ഞളൊക്കെ വയ്ക്കാം. പൊതുവിൽ അങ്ങനെ ആരും ചെയ്ത് കാണാറില്ല. പക്ഷേ അതൊക്കെ വ്യാഴപ്രീതികരമാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. അതൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുന്നതാണ് ഇപ്പം നിങ്ങൾ ഈ മാസം പ്രത്യേകമായി ചെയ്യേണ്ടത്. അതുപോലെ ഏഴശനിയുടെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശനിയാഴ്ചകളിൽ നമ്മുടെ കേരളത്തിൽ ശനിക്ഷേത്രങ്ങൾ കുറവാണ്, ശാസ്താക്ഷേത്രമാണ് ഉള്ളത്. അപ്പോൾ ശാസ്താക്ഷേത്രങ്ങൾ യഥാശക്തി വഴിപാടുകൾ ചെയ്യുക, എള്ളുതിരി എത്തിക്കുക, നീരാഞ്ജനം നടത്തുക, നെയ്വിളക്ക് സമർപ്പിക്കുക, ഒക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഹനുമാൻ സംരക്ഷിക്കുന്നവരെ ശനി ഉപദ്രവിക്കില്ല എന്നൊരു വിശ്വാസം ഉണ്ടാകൊണ്ടിട്ട് ഹനുമാൻ സ്വാമിക്ക് പ്രിയങ്കരമായ വെറ്റിലമാല, വടമാല എന്നിവ ശനിയാഴ്ചകളിൽ സമർപ്പിക്കുന്നതും ശനിദോഷത്തിന് പരിഹാരമാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. എന്നതുപോലെ തന്നെ ശനി ഒരു പ്രത്യേക ശനീശ്വരൻ തന്നെയാണ് ശനിയുടെ അധിപനായിട്ട് വരുന്നത്, ആഗ്രഹത്തിൻ്റെ. അപ്പോൾ അതിനെ ബന്ധപ്പെടുത്തിയാണ് നമ്മൾ ശാസ്ത്രപ്രീതിയൊക്കെ വരുത്തുന്നത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ശനി ഭഗവാൻ എന്ന് പറയുന്നത് ഒരു ശിവഭക്തനാണ് ശരിക്കും. അപ്പോൾ ശിവനെ ശരണം പ്രാപിക്കുന്നവരെയും ശനി ഉപദ്രവിക്കില്ല. ശിവനെ ശരണം കാരണം ശനീശ്വരൻ എന്ന് പറയുന്നത് ശിവഭക്തനാണ്. അപ്പോൾ ശിവക്ഷേത്രങ്ങളിൽ ശനിയാഴ്ചകളിൽ ദർശനം നടത്തി ശിവന് പ്രിയങ്കരമായിട്ടുള്ള പിൻവിളക്ക്, ധാര, കൂവളമാലൊക്കെ സമർപ്പിക്കുന്നതൊക്കെ ഈ ദോഷത്തിൻ്റെ കാഠിന്യത്തെ കുറയ്ക്കും. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ അനുഷ്ഠിക്കേണ്ട യഥാർത്ഥത്തിലുള്ള പരിഹാരങ്ങൾ. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ നമ്മളൊരു കൃത്യമായി നമ്മൾ ചെയ്യുന്ന എന്ത് കർമ്മവും കൃത്യമായ ഇടവേളകളിൽ ചെയ്യണം. ഇപ്പം മുസ്ലിങ്ങളുടെ അവരുടെ എല്ലാ വെള്ളിയാഴ്ചകളും ദുആ ചെയ്യുമല്ലോ എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ട് കൃത്യ ഇടവേളകൾ പാലിച്ചുകൊണ്ടിട്ട് വേണം നമുക്ക് ഇത്തരം വഴിപാടുകൾ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, നമ്മുടെ ഗ്രഹദോഷങ്ങൾ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ബാധിക്കും. ആദ്യ ശരീരത്തിനെയും പിന്നീട് അതിലൂടെ മനസ്സിനെയാണ് ഗ്രഹദോഷങ്ങൾ ബാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മനസ്സിനും ശരീരത്തിനും പോസിറ്റീവ് എനർജി കിട്ടുന്നതിന് വേണ്ടിയാണ് ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ തലേ ദിവസമൊക്കെ നോൺ വെജ് ഭക്ഷണമൊക്കെ ഒഴിവാക്കി സാത്വിക ചിന്തകളോടെ ഇരുന്ന് പ്രാതസ്നാനവും സായാഹ്ന സ്നാനമൊക്കെ നടത്തി പ്രാർത്ഥനയോടെ ഇരുന്നതിന് ശേഷമാണ് പിറ്റേ ദിവസം അമ്പലത്തിൽ പോയിട്ട് ഈ വഴിപാടുകൾ ചെയ്യുക. അതിനുശേഷം ആ ക്ഷേത്രത്തിൽ നിർബന്ധമായും ഒരു 15 മിനിറ്റ് അമ്പലത്തിൻ്റെ ഉള്ളിൽ ശ്രീകോവിലിൻ്റെ സമീപത്തായിട്ടെങ്കിലും ആ 15 മിനിറ്റോളം ഇരിക്കണം. തീരെ പറ്റില്ലെങ്കിൽ 5 മിനിറ്റെങ്കിലും ചുരുങ്ങിയത് ശേഷം മാത്രം ഇരുന്ന് ധ്യാനിക്കുക. അതിനുശേഷം വേണം ക്ഷേത്രത്തിൻ്റെ ദർശനം കഴിഞ്ഞ് തിരിച്ചു പോരാനായിട്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ എന്ത് വഴിപാടുകൾ ചെയ്യുന്നുള്ളത്. ഇതാണ് അവിടുന്ന് നമ്മുടെ പോസിറ്റീവ് എനർജി ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അനുഷ്ഠിക്കുക. പിന്നെ അപ്പോൾ കുംഭൻ രാശിക്കാരുടെ ഒരു പൊതുവിലുള്ള ഫലങ്ങൾ പറഞ്ഞല്ലോ. ഭാഗ്യവശാൽ ഇപ്പോൾ സ്ലോ മൂവിങ് ആയിട്ടുള്ള ഗ്രഹങ്ങൾ ശുക്രൻ, ചൊവ്വ, ബുധനൊക്കെ ഇവർക്കൊരു അനുകൂലതയിലേക്ക് പോകുന്നൊരു മാസമായിട്ടാണ് ഇതിനെ വിലയിരുത്തേണ്ടത്. അതുകൊണ്ടിട്ട് ഈ പറഞ്ഞ ഗ്രഹദോഷങ്ങളൊക്കെ ഒരു പരിധി കൂടുതൽ വരെ ഈ മാസം ബാധിക്കാൻ സാധ്യത കുറവാണ്. എങ്കിൽ പോലും തടസ്സങ്ങൾക്ക് എല്ലാ രംഗത്തും തടസ്സങ്ങളും സ്റ്റക്കായി നിൽക്കുന്ന പോലെ തോന്നും. നിങ്ങൾക്ക് എങ്കിലും മുമ്പോട്ട് പോകാൻ കഴിയും. കാരണം സ്ലോ മൂവിങ് ആയിട്ടുള്ള പ്ലാനറ്റുകളൊക്കെ അനുകൂലതയിലാണ് ഈ മാസം നിൽക്കുന്നത്. എങ്കിലും പ്രതികൂലമായി വരുന്ന ചില മാറ്റങ്ങളൊക്കെ അന്ന് അറിഞ്ഞിരിക്കുക. അതിന് വേണ്ട പരിഹാരങ്ങൾ ഇപ്പോൾ തന്നെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഈ ഒന്നും തന്നെ ബാധിക്കാതെ മുമ്പോട്ട് പോകാൻ വേണ്ടി കഴിയുമെന്ന് മനസ്സിലാക്കിയിരിക്കുക. നിങ്ങൾ ഇനിയും പ്രശാന്തി ആസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക. ഇനിയും പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ കുംഭൻ രാശിക്കാർക്ക് സർവേശ്വരകാരൻ എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും നൽകട്ടെ എന്നും അവർക്ക് ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഈ ഘട്ടം കടന്നു പോകാനുള്ള എല്ലാ ആത്മധൈര്യവും മനസ്സാന്നിധ്യമൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.